വെറും 4 ദിവസം കൊണ്ട് ഒരു രാജ്യത്തിനെ പിടിച്ച് പഞ്ഞിക്കിട്ടതിന് ശേഷം ഞങ്ങൾ ഇനി ഒന്നിനുമില്ല, വെടിവെപ്പിനില്ല, സീസ് ഫയർ ഞങ്ങൾ റെഡിയാണെന്നുള്ളൊരു കാര്യം പറയിപ്പിക്കാനായിട്ട് പറ്റോ എങ്കിൽ ഇന്ത്യയെ കൂടെ സാധിക്കും. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന 4-ാം ദിവസം ഇന്ന് മെയ് മാസം 10-ാം തീയതി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന് വേണ്ടിയിട്ട് ഇന്ത്യനെ വിളിച്ചേക്കാണ്. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. An eye for an eye only ends up making the whole world blind. ലോകമൊത്തം അന്ധമാക്കാനായിട്ട് യുദ്ധം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം മതി എന്നുള്ളൊരു കാര്യം പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞേക്കുന്ന ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ തുടങ്ങാണ്. ഇന്ന് ഒഫീഷ്യലായിട്ട് ഇന്ത്യ പാക് വാർ എന്ന് പറയുന്ന നീണ്ട നാളുകൾക്ക് ശേഷം സീസ് ഫയർ എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ വാർത്തകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് സീസ് ഫയർ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ എന്നുള്ളൊരു കാര്യം നമുക്ക് ഒറ്റ വാക്കി പറയാം. അതായത് യുദ്ധത്തിന് ഒരു അവസാനം. ഒരു യുദ്ധം കൊണ്ട് എന്ത് നേടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയെ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്രേവറി ആൻഡ് ലോസ് ഓഫ് ഫിയർ എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് പേടിയില്ലാതാക്കുന്ന ഒരവസ്ഥ, ഭയമില്ലാതാക്കുന്ന ഒരവസ്ഥ, ധീരന്മാരാണെന്ന് നമ്മൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഒരു യുദ്ധം എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് നമ്മുടെ ഡിഫൻസസ് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളൊരു കാര്യം ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. നമുക്ക് തന്നെ ഒരു പ്രതീക്ഷയുണ്ട്, നാളെ ഏതൊരു യുദ്ധം വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഡിഫൻസ് സിസ്റ്റത്തിന് നമ്മളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ ഓരോ ദിവസത്തെ വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ യുദ്ധം നല്ലതിനാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം ഒരിക്കലും നല്ലതിനല്ല. പക്ഷേ യുദ്ധത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സീസ് ഫയർ എന്നുള്ളൊരു കാര്യം അങ്ങനെ തീരുമാനമായേക്കാണ്. ഏപ്രിൽ 22-ാം തീയതി മുതൽ ഇന്ന് മെയ് 10-ാം തീയതി വരെയുള്ള ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു, ഇന്ത്യ പാക് വാർ എന്ന് പറയുന്ന ഇനി ചരിത്രങ്ങൾ എഴുതപ്പെടാനായിട്ട് പോകുന്ന ഈ ഒരു വലിയ യുദ്ധത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോൾജേഴ്സിനെ പറ്റിയാണ്. നമ്മുടെ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് എന്ന് പറയുന്ന ഈ 3 കൂട്ടം ആൾക്കാരും നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ ഡ്രോണുകൾ, നമ്മുടെ റഡാറുകൾ, നമ്മുടെ മിസൈലുകൾ, ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളും ഇതിനൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഗവൺമെന്റും ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് നമ്മളെല്ലാം സംരക്ഷിച്ചു എന്നുള്ളൊരു കാര്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം തുടങ്ങാനായിട്ട്. കാരണം നമ്മളെല്ലാവരും ഓരോ ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളുടെ മേഖലയിലൂടെ ഒരുപാട് മിസൈലുകൾ മറ്റൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പലതരത്തിലുള്ള അറ്റംപ്റ്റുകളും അറ്റാക്കുകളും ഉദ്ദേശം 400-ഓളം വരുന്ന ഡ്രോൺ അറ്റാക്കുകൾ വരെ സംഭവിച്ചിരിക്കുന്ന സമയത്ത് അതിനെല്ലാം പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യൻ സേനയെ കൊണ്ട് സാധിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏപ്രിൽ 22-ാം തീയതി പഹൽഗമിൽ വെച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കാശ്മീരിൽ 26-ഓളം വരുന്ന സിവിലിയൻസിനെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, മോസ്റ്റ്ലി നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നു തള്ളിയേക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിനെതിരെ ഇന്ത്യ കൃത്യമായിട്ടൊരു നടപടി എടുക്കുമെന്നുള്ളൊരു കാര്യം അന്ന് തന്നെ ഇന്ത്യ അറിയിച്ചായിരുന്നു. പാകിസ്ഥാന് ഈ ഭീകര പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളൊരു കാര്യം ഇന്ത്യ അന്നേ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിന്റെ റെസ്പോൺസ് എന്നുള്ള രീതിക്ക് ഇന്ത്യൻ ഗവൺമെന്റ് തിരിച്ചടിച്ച ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു മിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രങ്ങളിൽ എഴുതി വെക്കാനായിട്ട് പറ്റുന്ന ഒരു വലിയൊരു മിഷൻ തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒരുപാടധികം മിസൈൽ സ്ട്രൈക്കുകൾ, പാകിസ്ഥാനി മിലിറ്ററി ടാർഗറ്റുകളിലോട്ട് ഒരുപാട് മിലിറ്ററി സ്ട്രൈക്കുകളും മറ്റൊക്കെ ചെയ്തായിരുന്നു. നമ്മളെല്ലാവരും കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു മോക്ക് ഡ്രിൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിൽ ചെയ്യാനായിട്ട് നിന്നിരുന്ന സമയത്ത് അതേ രാത്രി തന്നെ അന്ന് രാവിലെ തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് ആയിട്ട് ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലോട്ടും ഇന്ത്യൻ ആം ഫോഴ്സസിന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കുള്ള ഒരു തിരിച്ചടി എന്നുള്ള രീതിക്ക് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അതാണ് ഓപ്പറേഷൻ ബുനിയൻ ഉയ് മർസൂസ് എന്ന് പറയുന്ന ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഇതിന്റെ റിട്ടാലിയേഷൻ എന്നുള്ള ഭാഗമായിട്ട് ഇന്ത്യയുടെ എയർ ബേസുകളായിട്ടുള്ള പത്താൻകോട്ടിലും ഉധംപൂരിലുള്ള ഇന്ത്യയുടെ 2 എയർ ബേസുകളെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനുമായിട്ട് പാകിസ്ഥാൻ ഒരുപാട് ശ്രമങ്ങളും മിസൈൽ അറ്റാക്കുകളും മറ്റൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചായിരുന്നു. പക്ഷേ ഇന്ത്യ ഇതിനെ വളരെ ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയാൻ പറ്റുന്ന ആകാശ് മിസൈൽ പോലെയുള്ള മിസൈലുകളും അതുപോലെ തന്നെ S-400 എന്ന് പറയുന്ന റഷ്യയിൽ നിന്ന് വാങ്ങിയേക്കുന്ന റഡാർ സംവിധാനങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അറ്റാക്കുകളെല്ലാം പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യയെ കൊണ്ട് സാധിച്ചായിരുന്നു. 2 ഭാഗത്തു നിന്നും ഒരുപാടധികം വെപ്പൺസുകളും അതുപോലെ തന്നെ ഡ്രോൺ അറ്റാക്കുകളും മറ്റൊക്കെ ഇന്ത്യക്കും ഇന്ത്യയിൽ നിന്ന് തിരിച്ചും അങ്ങോട്ടേക്ക് സംഭവിച്ചായിരുന്നു. ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 400-ഓളം വരുന്ന ഡ്രോൺ അറ്റാക്കുകളായിരുന്നു ഇന്ത്യക്ക് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. 400-ഓളം വരുന്ന ഡ്രോൺ അറ്റാക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിക്കുള്ള ഒരു അറ്റാക്ക് തന്നെയാണ്, വലിയ രീതിക്കുള്ള ത്രെട്ട് തന്നെയാണ്.
പാകിസ്ഥാന് തുർക്കിയുടെ സപ്പോർട്ട് എന്നുള്ളൊരു കാര്യം, തുർക്കിയുടെ ഡ്രോണുകളാണ് ബേസിക്കലി ഇന്ത്യയിലോട്ട് അവർ കടത്തിവിട്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ വന്നേക്കുന്ന ഡ്രോണുകളെ എല്ലാം ഇന്ത്യ നിർവീര്യമാക്കിയായിരുന്നു, ഇന്ത്യ അതിനെല്ലാം തകർത്തെറിഞ്ഞായിരുന്നു. 60ഓളം വരുന്ന ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള രീതിക്കാണ് വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള എത്രത്തോളം പേരുണ്ടെന്നുള്ള ഒരു കാര്യം അറിയില്ല. ഇതിനകത്ത് ഇരുഭാഗങ്ങളിൽ ഒരുപാട് കാഷ്വാലിറ്റീസും മറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ഇവാക്യുവേഷൻസും എയർ സ്പേസ് ക്ലോഷേഴ്സുകളും നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. അതായത് ഒരുപാട് സ്ഥലങ്ങളിലുള്ള എയർപോർട്ട് സംവിധാനങ്ങളും മറ്റൊക്കെ ക്ലോസ് ചെയ്തെന്നുള്ള, വിമാനത്താവളങ്ങളെല്ലാം അടച്ചുപൂട്ടി എന്നുള്ള വാർത്തകളും മറ്റൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചായിരുന്നു. ഇന്ത്യ പൂർണ്ണമായിട്ട് അടച്ചായിരുന്നില്ല, പക്ഷേ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും ജമ്മു കാശ്മീരുമായിട്ട് അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരുപാട് വിമാനത്താവളങ്ങളും മറ്റൊക്കെ അടച്ചേക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. IPL മാച്ച് എല്ലാം ക്യാൻസൽ ചെയ്തേക്കുന്ന, സസ്പെൻഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചായിരുന്നു. ഒരു രാജ്യത്തൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അത് ആ രാജ്യത്തിന് മാത്രമല്ല അതിന്റെ ചുറ്റുമുള്ള മറ്റു രാജ്യങ്ങളെ കൂടി ബാധിക്കും എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തില് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപാട് ഇന്റർനാഷണൽ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിക്കുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഈ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണം, ഡി എസ്കലേഷൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം, ഈ പറയുന്ന ടെൻഷൻസുകളെല്ലാം ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രഷറുകൾ UK ഭാഗത്തുനിന്നും ചൈനയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ US ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യം US ആണ്. കാരണം US പല തവണകളിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളൊരു കാര്യം എടുത്തെടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ US പല സമയങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു. കാരണം പല സമയങ്ങളിലും US ഇതിനകത്ത് ഇടപെടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് US ആണ് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഡി എസ്കലേഷൻ എന്ന് പറയുന്ന പ്ലാനിനകത്ത് പ്രത്യേകിച്ച് സീസ് ഫയർ എന്ന് പറയുന്ന ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ മധ്യസ്ഥത വഹിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടേക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് പാകിസ്ഥാന് $1 ബില്യണിലും മേലെ രൂപ കടമായിട്ട് കൊടുത്തു, ലോണായിട്ട് കൊടുത്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിന്റെ പേരിൽ ഡൊണാൾഡ് ട്രംപിനടക്കം ഒരുപാട് തരത്തിലുള്ള ട്വീറ്റുകളും പലതരത്തിലുള്ള മോശമായിട്ടുള്ള മെസ്സേജുകളും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിക്കുള്ള ഇന്ത്യയുടെ അടക്കം വിമർശനങ്ങളും മറ്റൊക്കെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. പക്ഷെ അതേ ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ പ്രസിഡൻസിയിലുള്ള അതേ തന്നെ ഗവൺമെന്റ്, അതേ തന്നെ അമേരിക്കൻ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിനകത്ത് ഒരു മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇപ്പൊ സീസ് ഫയർ എന്നുള്ളൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു കരാറ് ഇപ്പൊ നിലവിൽ വന്നേക്കുന്നത് ഇന്ന് 3:35 PM കൂടി, മെയ് 10-ാം തീയതി 3:35 PM കൂടിയിട്ടായിരുന്നു വെടിനിർത്തൽ കരാറിനുള്ള തീരുമാനത്തിലോട്ട് എത്തിയത്. ഇന്ന് 5 മണിയോട് കൂടിയിട്ട് 17 hours വെടിനിർത്തൽ കരാർ സീസ് ഫയർ അങ്ങനെ നിലവിൽ വന്നേക്കാണ്. ഈ യുദ്ധം കൊണ്ട് എന്ത് നേടി എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. കാരണം പാക് ഒക്യുപ്പൈഡ് കാശ്മീർ നമുക്ക് പിടിച്ചിട്ട് കയറാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നവരുണ്ടാവും. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ കുറിച്ച് പഴയ കഥകൾ മാത്രമാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഏതൊരു രാജ്യത്തിനും ഇന്ത്യയോട് ഒരേ സമയത്തും ബഹുമാനവും അതേ സമയത്ത് തന്നെ ഒരു പേടിയും കൊണ്ടുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെയാണ് അതിനെതിരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, കിട്ടിയാൽ അത് എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നുള്ളൊരു കാര്യം ഇന്ത്യ കാണിച്ചു കൊടുത്തേക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. എന്ന് കരുതി ഒരു യുദ്ധം ഉണ്ടാകുന്നത് ഒരിക്കലും നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം പോലെ തന്നെ പഹൽഗം അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് എന്നുള്ള രീതിക്ക് നമ്മൾ ആദ്യം തന്നെ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാർ ആയിരുന്നില്ല, ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. അതായത് ടെററിസ്റ്റുകളെ, നമ്മുടെ ഇന്ത്യയിലോട്ട് കയറി വന്നേക്കുന്ന ടെററിസ്റ്റുകളുടെ ടെററിസ്റ്റ് ക്യാമ്പുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ഒരു സിവിലിയൻസിന് പോലും ഒരു ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ ഒരു കാഷ്വാലിറ്റി സംഭവിക്കാത്ത രീതിക്കായിരുന്നു നമ്മൾ നമ്മുടെ പ്ലാനുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. പിന്നീട് പാകിസ്ഥാനായിരുന്നു ഇതിനൊരു വാറായിട്ട് ഡിക്ലെയർ ചെയ്തതും അവരാണ് ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള അറ്റംപ്റ്റുകളും പലതരത്തിലുള്ള വാർ അറ്റംപ്റ്റുകളും മറ്റൊക്കെ ഉണ്ടായത്. ഇന്ത്യയിലെ നല്ല മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യയുടെ നല്ല ടെക്നോളജിയും ഇന്ത്യയിലുള്ള നല്ലൊരു ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ആം ഫോഴ്സസിനോട് തന്നെയാണ്. നേവി, എയർഫോഴ്സ് ആൻഡ് ആർമി എന്ന് പറയുന്ന ഈ 3 ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഒറ്റ മിസൈൽ പോലും ഇന്ത്യയിൽ വന്ന് പതിക്കാതെ നിന്നത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ മുന്നത്തെ ദിവസം നമുക്ക് അറിയാം, 2 ദിവസം മുൻപ് ഇന്ത്യയിലോട്ട് ഇന്ത്യയുടെ മേജർ ആയിട്ടുള്ള 15 സിറ്റികളിലോട്ടായിരുന്നു പാകിസ്ഥാൻ അവരെ ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങളെല്ലാം അവർ അയച്ചുവിട്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വന്നേക്കുന്ന സമയത്ത് ഇന്ത്യയിലോട്ട് അവർ ചെയ്തത് ഒരു യുദ്ധമായിരുന്നു. പിന്നീട് ഇന്ത്യയും അതിനൊരു യുദ്ധമായിട്ട് ഏറ്റെടുക്കാനായിട്ട് ശ്രമിച്ചു. അത്രമാത്രമാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇന്ത്യ അങ്ങോട്ടേക്ക് കയറിയിട്ട് ഒരു അറ്റാക്കിനും മുൻപും പോയിട്ടില്ല, ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെ മനസ്സിലാക്കാം. എന്തിനാണെങ്കിലും ഈ ഒരു യുദ്ധം കൃത്യസമയത്ത് തന്നെയാണ് അവസാനിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാം. കാരണം ഇനിയൊരു യുദ്ധം മുന്നോട്ടേക്ക് പോയിന്നുണ്ടെങ്കിൽ അതിലൂടെ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു യുദ്ധം എന്ന് പറയുന്നത് എത്ര വലിയ സമ്പന്നമായുള്ള രാജ്യത്തിനെയും തകർക്കാനായിട്ട് ശേഷിയുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു കാട്ടുതീ പോലെയുള്ള യുദ്ധം എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് കിട്ടിയേക്കുന്ന ആ ഒരു അറ്റാക്കിന് ഒരു തിരിച്ചുള്ള ഒരു കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ ആരാണ്, ഇന്ത്യ എന്താണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പാകിസ്ഥാൻ
പാകിസ്ഥാൻ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ശത്രുതയുള്ള എല്ലാ രാജ്യങ്ങൾക്കും കാണിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഒരു നിലപാട്, ഇന്ത്യ ഇപ്പൊ സീസ് ഫയർ എന്ന് പറയുന്ന ഒരു കാര്യം തീരുമാനിച്ചേക്കുന്ന ഈ ഒരു നിലപാട് എന്ന് പറയുന്നത് വളരെ ഉചിതമായിട്ടുള്ള കൃത്യസമയത്തുള്ള ഒരു തീരുമാനമാണെന്നൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യയിൽ ഇതുവരെ എടുത്തേക്കുന്ന ഇന്ത്യൻ ആം ഫോഴ്സസ് എടുത്തേക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തേക്കുന്ന എല്ലാ ഡിസിഷൻസും വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പല പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു കാര്യം സംഭവിച്ചേക്കുന്ന സമയത്ത് ഇന്ത്യക്കാരെല്ലാവരും ഒന്നാന്ന് കൂടി കാണിച്ചു തന്നേക്കുന്ന ഒരു മൊമെന്റ് തന്നെയാണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. കാരണം ഇന്നൊരു വാർത്ത കാണാനായിട്ട് സാധിച്ചായിരുന്നു, ചണ്ഡീഗറിൽ ഒരു കൂട്ടം വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട്, യുദ്ധത്തിന്റെ ആവശ്യമായിട്ട് ഒരു കൂട്ടം വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഉത്തരവ് ഗവൺമെന്റ് പുറത്തേക്ക് വിട്ടേക്കുന്ന സമയത്ത് തന്നെ അവിടെ കൂടിയേക്കുന്ന ആൾക്കാരുടെ എണ്ണം കണ്ടേക്കുന്ന സമയത്ത് രോമാഞ്ചായിരുന്നു. കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറെന്നുള്ള രീതിക്ക് ഒരുപാട് യൂത്ത് അടക്കം ഒരുപാട് ആൾക്കാർ മുന്നോട്ടേക്ക് വന്നേക്കുന്ന സമയത്ത് രാജ്യത്തുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരേ ചോരയാണെന്നുള്ളൊരു കാര്യം കാണിക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. എന്തായാലും രാജ്യത്ത് നടന്നേക്കുന്ന ഒരു യുദ്ധം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഈ രാജ്യം എന്താന്ന് മറ്റു രാജ്യങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്ന, ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ഒരു യുദ്ധം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ അങ്ങോട്ടേക്കൊന്നും ചെയ്യുന്ന ഒരു രാജ്യമല്ല, പക്ഷെ ഇങ്ങോട്ട് കിട്ടിയ നോക്കി നിൽക്കുന്ന ഒരു രാജ്യവുമല്ല. ദിസ് ഇസ് എ ന്യൂ ഇന്ത്യ എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട്, സീസ് ഫയർ എന്നുള്ളൊരു കാര്യം പ്രാബല്യത്തിൽ വന്നതിൽ ഒരുപാട് സന്തോഷം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്നും സമാധാനം ഉണ്ടാവട്ടെ, ലോകത്ത് സമാധാനം നിലനിൽക്കട്ടെ. അതിനെ നശിപ്പിക്കാൻ വരുന്ന എല്ലാവിധ ടെററിസ്റ്റ് ആക്ടിവിറ്റികളും ദുഷ്ടശക്തികളും ഈ ലോകത്തിൽ ഇല്ലാതാവട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.